അതിപ്പോൾ എല്ലാ വശവും പരിശോധിച്ചിട്ട് കോടതി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇതിന്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചിട്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഉന്നയിച്ച കാര്യങ്ങളും അവിടെ കോടതിയുടെ മുൻപാകെ അവർ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ട് കോടതി ഒരു നിലപാടെത്തിരിക്കുന്നു. അത് നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് അതിനകത്ത് സൂചിപ്പിക്കാനുള്ളത്. അല്ല, പോലീസ് നിഷ്പക്ഷമായിട്ടാണല്ലോ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ലൈവ് കൊടുക്കാതിരുന്നോണ്ടാ. അല്ലെങ്കിൽ തൃശ്ശൂർ SFI ജില്ലാ കമ്മിറ്റി അംഗം ഒരു പെൺകുട്ടി സാന്ദ്രയെ പോലീസ് വെളുപ്പിനല്ലേ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്തു. അത് ചർച്ച ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. പോലീസ് രാഷ്ട്രീയമില്ല, പോലീസ് നിയമം നോക്കും, നിയമത്തിന്റെ വഴിക്ക് പോകും. ഇപ്പൊ തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് ഗവർണർക്കെതിരെ സമരം നടത്തിയവർക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് 124 IPC ഇട്ടിട്ടാണ് പോലീസ് കേസെടുത്തത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്, ഇതുവരെ അതിന് ചരിത്രമായില്ല. അത് പോലീസ് നിയമത്തിന്റെ വഴിക്ക് പോകുന്നു. അല്ലാതെ ഇപ്പോ SFIക്കാർക്കെതിരെ കേസിൽ എടുക്കാതിരിക്കുക, അവരെ അറസ്റ്റ് ചെയ്യാതിരിക്കുക എന്ന് വന്നാൽ ഇവിടെ ഒരു ഭാഗത്ത് മാത്രം അങ്ങനെയല്ലോ. പിന്നെ എല്ലാ കാലത്തും ഇത്തരം കാര്യങ്ങളുണ്ട്. അതിനെന്തെങ്കിലും കുഴപ്പം അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഉൾപ്പെടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ കോടതിയുടെ മുൻപിൽ ഇതെല്ലാം അവതരിപ്പിക്കുക. ഞങ്ങളെല്ലാം കേസുകൾ പ്രതികളാകുമ്പോൾ ചിലപ്പോൾ അടികൊള്ളുമ്പോൾ കോടതിയിലാണല്ലോ പറയാം, മർദ്ദനേറ്റിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റു രീതിയിലാണ്. അതെല്ലാം കോടതി പരിശോധിച്ചിട്ടായിരിക്കുമല്ലോ കോടതി തീരുമാനം എടുക്കുക. അപ്പൊ നിയമത്തിന്റെ വഴിക്ക് പോകാന്നല്ലാതെ പോലീസ് ഇപ്പോ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു താല്പര്യത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കാണാൻ കഴിയില്ല. പല കേസുകളിലും ഇപ്പോൾ നേരത്തെയുള്ള ഘട്ടത്തിൽ MLA-മാരെ പോലും UDF-ന്റെ കാലഘട്ടത്തിൽ വെളുപ്പിന് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പലരെയും, പല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ, യുവജന സംഘടനാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വിലങ്ങ് വെച്ച് കോടതി കൊണ്ടുപോയിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് എല്ലാം തന്നെ സമരം വരുമ്പോൾ അത്തരം ഘട്ടങ്ങളിൽ കേസുകൾ ഉണ്ടാകും. നിങ്ങൾ തന്നെ അന്ന് കൊടുത്ത വിഷ്വലുകൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ കൗതുകകരമായിരിക്കും. പോലീസ് ജീപ്പ് തടഞ്ഞ് ഇതാ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു, ഇറക്കി കൊണ്ടുപോകുന്നു എന്നുള്ള നിങ്ങളുടെ റിപ്പോർട്ടുകൾ തന്നെ വളരെ കൃത്യമായി തന്നെയുള്ള ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് ഇങ്ങനെ നിൽക്കല്ലേ. അപ്പൊ അത്തരം ഘട്ടങ്ങളിലെല്ലാം സ്വാഭാവികമായിട്ടും അതിനെ പരിശോധിച്ചുകൊണ്ട് പോലീസ് നിയമപ്രകാരം നീങ്ങും. അല്ലാതെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് കാണേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് അവർക്ക് വിഷയങ്ങളില്ലല്ലോ. ഈ നാടിനെ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അതിനകത്ത് അവർ നിലപാട് സ്വീകരിക്കുന്നില്ല. ഈ കാര്യത്തിൽ ഇപ്പോൾ പോലീസിന്റെ ഈ രണ്ട് അനുഭവം ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അവർ നിയമപ്രകാരം നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നതിന്റെ തെളിവല്ലേ. പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞപ്പോൾ പോലീസ് വധശ്രമത്തിനാണല്ലോ കേസെടുത്തതെന്ന്. അപ്പൊ അദ്ദേഹം തന്നെ അടിവരയിട്ട് ഉറപ്പിച്ചല്ലോ, പോലീസ് നിഷ്പക്ഷമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ല എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ അനുഭവങ്ങളെല്ലാം നോക്കുമ്പോൾ പോലീസ് നിയമപ്രകാരം പോകുന്നു, സമരമാകുന്നു. ചില ഘട്ടങ്ങളിൽ ഇപ്പോൾ UDF-ന്റെ കൺവീനർ വന്ന് അക്രമം നടന്നിട്ടുണ്ട് എന്ന രീതി പറയുകയുണ്ടായി. അപ്പൊ സ്വാഭാവികമായിട്ട് അത്തരം കേസുകൾ വരും. ആ കേസുകളിൽ പോലീസ് അറസ്റ്റ് ചെയ്യും, ചിലത് കോടതി പരിശോധിച്ച് റിമാൻഡ് ചെയ്യും, ചിലത് കോടതി ജാമ്യം കൊടുക്കും. ഇതെല്ലാം ഞങ്ങളെല്ലാം എല്ലാവരും സമരങ്ങളിലൂടെ വന്ന ആളുകൾക്കുള്ള അനുഭവങ്ങളല്ലേ. അത് ആ രീതിയിൽ കണ്ടാൽ മതി. അല്ല, അതിപ്പോ അവര് അപ്പുറത്തേക്ക് പോയാൽ അതിനനുസരിച്ചുള്ള നിയമരീതികളല്ലേ സ്വീകരിക്കുക പോലീസ് എന്നുള്ളത്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ഇടുക്കിയിലെ വലിയ പ്രശ്നം ഉണ്ടല്ലോ. അതിപ്പോ നിങ്ങൾ അത് ചോദിക്കുന്നതാണ് ഞാൻ കരുതിയിരുന്നത്. ഇപ്പൊ ഗവർണറുടെ ആ ഓർഡിനൻസ്, ഇടുക്കിയിലെ നിയമസഭ പാസ്സാക്കിയുള്ള നിയമം തന്നെ അതിന് അംഗീകാരം നൽകാതിരിക്കുന്ന ഒരു പ്രശ്നം. ആ പ്രശ്നത്തിൽ ഇന്ന് വലിയ സമരമല്ലേ നടന്നിട്ടുള്ളത്. അത്തരം പ്രശ്നങ്ങൾ ജീവൽ പ്രശ്നങ്ങളല്ലേ. എത്രയോ കാലമായി ഇടുക്കിയുടെ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നിയമസഭ ചർച്ച ചെയ്ത് പാസ്സാക്കിയൊരു ബില്ല് അത് ഗവർണർ ഒപ്പിടുന്നില്ല. നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്, യഥാർത്ഥത്തിൽ ഒരു ബില്ല് സംബന്ധിച്ച് ഗവർണർക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ മന്ത്രിസഭ ബില്ല് അംഗീകരിച്ച് കഴിയുമ്പോൾ അത് ഗവർണർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നേരത്തെ ഞാൻ വ്യക്തമാക്കിയിട്ടില്ല, 167 ഞങ്ങൾ അയച്ചു കൊടുക്കണം. 1 പ്രകാരം 2 പ്രകാരം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പൊ ഗവർണർക്ക് ചോദിക്കാം. ഗവർണർക്ക് അങ്ങനെ സംശയം ചോദിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകൾ ഉന്നയിക്കുന്ന സംശയങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ അത് കുറിപ്പടിയായി എഴുതി സംസ്ഥാന സർക്കാരിനോട് ചോദിക്കാനുള്ള അവകാശമില്ല. പക്ഷേ ഒരു സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ ഗവർണർക്കോ രാഷ്ട്രപതിക്കോ എന്തെങ്കിലും നിയമസഭ പാസ്സാക്കുന്ന നിയമത്തിൽ സംശയമുണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള പ്രൊവിഷൻ അല്ലെങ്കിൽ അങ്ങനെ റൈറ്റ് ഇല്ലേ? അത് തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് 200. ആ റൈറ്റ് അനുസരിച്ച് നിയമസഭയ്ക്കാണ് അയക്കേണ്ടത്. ഇന്നതിനകത്ത് മാറ്റം വരുത്തണം, ഇന്നതിനകത്ത് മാറ്റം വരുത്തേണ്ടതില്ല. അദ്ദേഹത്തിന് സ്വന്തം മൈൻഡ് അപ്ലൈ ചെയ്തിട്ട് ഭരണഘടന നൽകുന്നത് മന്ത്രിസഭ അംഗീകരിച്ചിട്ട് ബില്ലിന്റെ കോപ്പി അയച്ചു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ അയക്കണം എന്ന് ഭരണഘടന ചീഫ് മിനിസ്റ്റർക്ക്
നിർദ്ദേശം നൽകുന്നുണ്ട്. ചീഫ് മിനിസ്റ്റർ കൃത്യമായിട്ട് ആ വ്യവസ്ഥ പാലിക്കുന്നുണ്ട്. എല്ലാ മന്ത്രിസഭാ തീരുമാനങ്ങളും നിയമത്തിന്റെ കോപ്പികളും ബില്ലിന്റെ കോപ്പികളും അദ്ദേഹത്തിന് അയച്ചു നൽകുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഭരണഘടനാപരമായിട്ട് ഗവർണർക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉന്നയിക്കാനുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ ഉന്നയിക്കണം. ഗവർണർക്ക് അത് പരിശോധിക്കാൻ യാത്രയുടെ തിരക്കുകാരൻ ചിലപ്പോൾ ഇത് അയക്കുമ്പോഴൊന്നും സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഭരണഘടനാപരമായി അദ്ദേഹം നിർവഹിക്കേണ്ട ആ ചുമതല ഇതുവരെയും നിർവഹിച്ചായിട്ട് കാണുന്നില്ല. ഗവർണർ പറയുന്ന 3 തവണ ഈ ബില്ലിന്റെ കാര്യം സർക്കാരിനെ റിമൈൻഡ് ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹം ഭരണഘടന വായിച്ചു നോക്കിയാൽ മതി. ഭരണഘടനാനുസൃതമായി അദ്ദേഹം ഈ ആവശ്യം ഉന്നയിക്കേണ്ടത് ഏത് ഘട്ടത്തിലാണെന്ന് വ്യക്തമാണ്. അല്ല, നിയമസഭയിൽ വരുന്നതിന് മുൻപാണ് അദ്ദേഹത്തിന് ഭരണഘടന അധികാരം നൽകുന്നത്. എക്സിക്യൂട്ടീവിനോട് ചോദിക്കാം. ഭരണഘടനയിൽ എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ വ്യക്തമായിട്ടുള്ള നിർവചനങ്ങളുണ്ട്. അതിൽ ഗവർണർക്ക് ഭരണഘടന അധികാരം നൽകുന്നത് എക്സിക്യൂട്ടീവ് പാസ്സാക്കുമ്പോൾ ഞങ്ങളോട് ചോദിക്കാം. നിയമസഭ പാസ്സാക്കി കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിയമസഭയോട് ചോദിക്കാം. എന്നാൽ ഞങ്ങളോട് ന്യായമായി ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ നമ്മുടെ നാടിന് പൊതു താല്പര്യം വെച്ച് മന്ത്രിമാർ പോയി വിശദീകരിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു പരാതി വരുന്നു. ആ പരാതി മാർക്ക് ചെയ്ത് തന്നാൽ സ്വാഭാവികമായിട്ടും പുതിയ കീഴ്വഴക്കായിരിക്കും. അങ്ങനെ ജനാധിപത്യത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പൊ ഗവർണർ ഭരണഘടനാനുസൃതം അദ്ദേഹത്തിന് അർപ്പിതമായ ചുമതല മനസ്സിലാക്കി നിർവഹിക്കുകയാണ് വേണ്ടത്.